എല്ലാവർക്കും ടഫ് ചോദ്യങ്ങൾ എന്ന സെഷനിലേക്ക് സ്വാഗതം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്നൊരു സെഷനാണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഒരു ചോദ്യം മാത്രം ഡിസ്കസ് ചെയ്യുന്നതാണ് ഈ സെഷൻ. കാരണം കോൺസെപ്ച്വൽ ക്ലിയറിറ്റി ഉണ്ടാവണം എന്നുള്ളത് കൊണ്ടാണ് ഒരു ചോദ്യം മാത്രം ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് ചോദ്യത്തിലേക്ക് കടക്കാം. ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ്, മനുഷ്യൻ്റെ പ്രവൃത്തി മൂലം ദ്രാവക രൂപത്തിലുള്ള പെട്രോളിയം ഹൈഡ്രോ കാർബൺ പരിസ്ഥിതിയിലേക്ക് പ്രത്യേകിച്ച് സമുദ്രപ്രദേശത്തേക്ക് വമിക്കുന്നതാണ് എണ്ണച്ചോർച്ച, ഓയിൽ സ്പിൽ. ഒന്നുകൂടെ വായിക്കാം. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്, മനുഷ്യൻ്റെ പ്രവൃത്തി മൂലം ദ്രാവക രൂപത്തിലുള്ള പെട്രോളിയം ഹൈഡ്രോ കാർബൺ പരിസ്ഥിതിയിലേക്ക് പ്രത്യേകിച്ച് സമുദ്രപ്രദേശത്തിലേക്ക് വമിക്കുന്നതാണ് എണ്ണച്ചോർച്ച, ഓയിൽ സ്പിൽ. ഓയിൽ സ്പില്ലിനെ കുറിച്ചാണ് ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്, എക്സോൺ വാൽഡസ് ദുരന്തം എണ്ണച്ചോർച്ചയുമായി ബന്ധപ്പെട്ടതാണ്. എക്സോൺ വാൽഡസ് ദുരന്തം കേട്ടിട്ടുണ്ടോ? എക്സോൺ വാൽഡസ് ദുരന്തം ഈ ചോദ്യം KAS മെയിൻസിന് ചോദിച്ച ചോദ്യമാണ്. 2020 നടന്ന KAS മെയിൻസ് പരീക്ഷയ്ക്ക് ചോദിച്ച ഒരു ചോദ്യമാണ് എക്സോൺ വാൽഡസ് ദുരന്തം എന്ന് പറയുന്നത്. ഇപ്പോൾ രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്, എക്സോൺ വാൽഡസ് ദുരന്തം എണ്ണച്ചോർച്ചയുമായി ബന്ധപ്പെട്ടതാണ്. 1989 എക്സോൺ വാൽഡസ് ദുരന്തം നടന്നത്. 4 കടലിലായത് കാരണം പരിസ്ഥിതിക്കും പ്രകൃതിക്കും വന്യജീവികൾക്കും ഈ ദുരന്തം ബാധിക്കാറില്ല, അല്ലെ ബാധിച്ചിട്ടില്ല. അതാണ് സ്റ്റേറ്റ്മെൻറ്റ്. ഇപ്പോൾ നാലാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് എന്താ പറഞ്ഞിരിക്കുന്നത്? കടലിലായത് കാരണം വേറെ പ്രശ്നങ്ങളൊന്നും പ്രകൃതിക്കും വന്യജീവികൾക്കും അതുപോലെ തന്നെ പരിസ്ഥിതിക്കൊന്നും പ്രശ്നങ്ങൾ ബാധിച്ചിട്ടില്ല എന്നാണ് പറയുന്നത്. അങ്ങനെ ഇതിൻ്റെ ഉത്തരം നോക്കാം. ഓരോ സ്റ്റേറ്റ്മെൻറ്റായിട്ട് അനലൈസ് ചെയ്യാം. ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത്, മനുഷ്യൻ്റെ പ്രവൃത്തി മൂലം ദ്രാവക രൂപത്തിലുള്ള പെട്രോളിയം ഹൈഡ്രോ കാർബൺ പരിസ്ഥിതിയിലേക്ക് പ്രത്യേകിച്ച് സമുദ്രപ്രദേശത്തിലേക്ക് അല്ലെങ്കിൽ സമുദ്രപ്രദേശത്തിൽ വമിക്കുന്നതാണ് എണ്ണച്ചോർച്ച എന്ന് പറയുന്നത്, ഓയിൽ സ്പിൽ. അപ്പോൾ ഇതാണ് ഓയിൽ സ്പില്ല് എന്നാണ് പറഞ്ഞത്. പെട്രോളിയം പ്രൊഡക്റ്റ്, പ്രത്യേകിച്ച് ഈ പെട്രോളിയം ഹൈഡ്രോ കാർബൺ എണ്ണ, ഈ പറയുന്ന ദ്രാവക രൂപത്തിലുള്ള ഈ എണ്ണ എന്ന് പറയുന്നത് സമുദ്രപ്രദേശത്ത് വമിക്കുന്നതാണ് എണ്ണച്ചോർച്ച എന്ന് പറയുന്നത്. ശരിയാണോ? ശരിയാണ്. അത് ചിലപ്പം പർപ്പസ്ഫുൾ ആയിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ ആക്സിഡൻസ് കാരണം, ഇപ്പോൾ റീഫിലൊക്കെ തട്ടിയിട്ടുള്ള ഈ ഓയിൽ കൊണ്ടുപോകുന്ന ഷിപ്സ്, കപ്പലുകൾക്ക് പറ്റുന്ന ആക്സിഡൻസ് മൂലമായിരിക്കും ഈ പറയുന്ന ഓയിൽ സ്പില്ല് സാധാരണഗതിയിൽ ഉണ്ടാവുന്നത്. 2, എക്സോൺ വാൽഡസ് ദുരന്തം എണ്ണച്ചോർച്ചയുമായി ബന്ധപ്പെട്ടതാണ്. എക്സോൺ വാൽഡസ് ദുരന്തം കേട്ടിട്ടുണ്ടോ? ഇത് KAS മെയിൻസിന് ചോദിച്ചൊരു ചോദ്യമാണ്. എന്താണ് എക്സോൺ വാൽഡസ് ദുരന്തം എന്ന് റിട്ടൺ പേപ്പറിൽ ചോദിച്ചാണ്, മെയിൻസിന് ചോദിച്ചൊരു ചോദ്യമാണ്. എക്സോൺ വാൽഡസ് ദുരന്തം എണ്ണച്ചോർച്ചയുമായി ബന്ധപ്പെട്ടതാണ്. അത് ശരിയാണ്. മൂന്നാമത്തേത് അതുമായി ബന്ധപ്പെട്ട തന്നെയാണ്. ഇത് 1989 നടന്നത്. അതും ശരിയാണ്. നാലാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്, കടലിലായത് കാരണം പരിസ്ഥിതിക്കും പ്രകൃതിക്കും പ്രത്യേകിച്ച് പ്രശ്നങ്ങളില്ല എന്നാണ് നാലാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത്. അത് ശരിയാണോ? കാരണം എത്രയോ ഇഞ്ച് ഈ പറയുന്ന സമുദ്രനിരപ്പിൽ നിന്ന് എത്രയോ ഇഞ്ച് ഈ പറയുന്ന വെള്ളത്തിൻ്റെ മുകളിൽ പടർന്നു കിടക്കുന്ന ഈ സാധനം, ഈ ഓയിൽ സ്പിൽ എന്ന് പറയുന്ന ഈ എണ്ണച്ചോർച്ച, ശരിക്കും അതിൻ്റെ താഴെ ജീവിക്കുന്ന ജീവജാലങ്ങളെയും മറ്റ് പ്രകൃതിയുമായി ബന്ധപ്പെട്ട ലിവിങ് ബീയിങ്സിനെയൊക്കെ സഫക്കേറ്റ് ചെയ്യുന്നതും, അത് ഈ പറഞ്ഞ മൈഗ്രേറ്ററി ബേർഡ്സ്, അതുമായി ബന്ധപ്പെട്ട താഴെ അതിൻ്റെ പ്രേ ആയിട്ടുള്ള മത്സ്യങ്ങൾ, അതിനൊക്കെ ബാധിക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഈ നാലാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. അപ്പോൾ ഏതൊക്കെയാണ് ശരി? 1, 2, 3 ശരി. അതുകൊണ്ട് ഇത് എക്സോൺ വാൽഡസ് എന്ന് പറയുന്ന ദുരന്തം എണ്ണച്ചോർച്ചയുമായി ബന്ധപ്പെട്ട ദുരന്തമാണ്. അത് 1989 എണ്ണച്ചോർച്ച എന്ന് പറയുന്നത് ദ്രാവക രൂപത്തിലുള്ള പെട്രോളിയം ഹൈഡ്രോ കാർബൺ പരിസ്ഥിതിയിലേക്ക് പ്രത്യേകിച്ച് സമുദ്ര പ്രദേശത്തേക്ക് വമിക്കുന്നതാണ് ഈ പറയുന്ന സിനാരിയോ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ചോദ്യത്തിൻ്റെ ഡിസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത്. താങ്ക് യു സോ മച്ച്. ബൈ, ടേക്ക് കെയർ.